ബൗളിങ്ങിന്റെ സമയത്ത് ശരിക്കും ശ്രീലങ്ക നല്ലൊരു തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വിക്കറ്റ് പെട്ടെന്നൊന്നും പോയില്ല. ശരിക്കും കളി ഇവരെന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു ഓപ്പണേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 93 റൺസ് എടുത്തുമ്പോഴാണ് ഫസ്റ്റത്തെ വിക്കറ്റ് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് അടുപ്പിച്ച് 2 വിക്കറ്റ് പോയി. പിന്നെ അഗെയിൻ 109 3 എന്നുള്ള സ്റ്റേജിൽ നിന്ന് 187 റൺസ് വരെ ആ ഒരു പാർട്ട്ണർഷിപ്പ് വീണ്ടും മുന്നോട്ട് പോയത് ശരിക്കും ഇന്ത്യക്ക് ചെറിയൊരു പണി കൊടുക്കലുണ്ടായിരുന്നു. കാരണം അവിടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് പിറന്നുകൊണ്ട് മാത്രമാണ് പിന്നീട് അങ്ങോട്ട് ചെറിയൊരു പ്രഷറിലോട്ട് മാച്ച് പോവുകയും ചെയ്തത്. കാരണം എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അടുപ്പിച്ച് വിക്കറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കളി ജയിക്കാൻ പറ്റുമായിരുന്നു. ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ നന്നായിട്ട് കളിച്ചിട്ട് 72 ബോളിൽ 74 റൺസ് എടുത്തിട്ട് ഗംഭീര കളിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബൗളേഴ്സിൽ ശരിക്കും ഇന്ന് ഞെട്ടിച്ചത് അൻഷുൽ കംബോജ് തന്നെയാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് ഇന്ന് ബോൾ എറിഞ്ഞത് അൻഷുൽ കംബോജ് തന്നെയാണ്. 6 ഓവറിൽ 47 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു വിക്കറ്റ് എടുത്തത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. കാരണം ശ്രീലങ്കയുടെ മാച്ച് ചിലപ്പോൾ ജയിപ്പിക്കാൻ സാധ്യതയുള്ള ആ ഒരു ക്യാപ്റ്റന്റെ വിക്കറ്റ്, അതായത് ശ്രീലങ്കയുടെ ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള ആ റൺ സ്കോറിന്റെ വിക്കറ്റാണ് ശരിക്കും അൻഷുൽ കംബോജ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അർഷദ് ഖാൻ, അനുകുൽ റോയ്, വിപ്രാജ് നിഗം, ആയുഷ് ബദൂനി എല്ലാവരും 2 വിക്കറ്റ് വീതം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ട്രൈ നേഷൻ സീരീസിലെ ഫസ്റ്റ് മാച്ച് അത്ര പ്രഷറിലാണ് പോയെങ്കിലും, കളി കയ്യിൽ നിന്ന് പോയെങ്കിലും പിന്നീട് തിരിച്ചു പിടിച്ച് ഗംഭീരമായിട്ട് ആ ഒരു കളി ജയിക്കാൻ വേണ്ടി പറ്റി. അതിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഋതുരാജ് ഗായ്ക്വാഡിന് കൊടുക്കാനും പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഗെയിൻ അവിടെ തെളിഞ്ഞിരിക്കുകയാണ് എക്സ്പീരിയൻസ് ബാറ്റേഴ്സിന് ആ ഒരു കളിയൊക്കെ പ്രഷർ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കളി ജയിപ്പിക്കാൻ പറ്റുന്നുള്ളത് ഋതുരാജ് ഗായ്ക്വാഡ് കാണിച്ചു തന്നിരിക്കുകയാണ്. ശരിക്കും ഋതുരാജ് ഗായ്ക്വാഡ് ഈ 11ൽ ഉണ്ടാവേണ്ടതല്ല, വേറെ ഒരാളായിരുന്നു തോന്നുന്നു ഇതിന് മുന്നേ ആ ഒരു പ്ലേസിൽ ഉണ്ടായിരുന്നത്. ലാസ്റ്റിലോട്ടാണ് ടീമിലോട്ട് ആൾ എൻട്രി ആയത്. എന്തായാലും ആ എൻട്രിക്ക് ഇപ്പൊ നല്ലൊരു മാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഈ ഒരു മാച്ച് ജയിക്കാൻ കാരണം തന്നെ ശരിക്കും ഇന്നത്തെ ഋതുരാജ് ഗായ്ക്വാഡിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്.